ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അത്തരത്തിലൊരു വാർത്തയായിരുന്നു ട്രെയിൻ തട്ടി മരിച്ച വീട്ടമ്മയുടെയും പെൺമക്കളുടെയും വാർത്ത. ഇവരെ അതിവേഗം തിരിച്ചറിഞ്ഞത് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. കോട്ടയം ഏറ്റുമാനൂർ പാറോലിക്കൽ 101 കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് കഴിഞ്ഞ ദിവസം ട്രെയിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയത്. മൃതദേഹം കണ്ടെത്തിയിരുന്നെങ്കിലും തുടക്കത്തിൽ മരിച്ചത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. പിന്നീട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു മരണത്തിന് കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണെന്നാണ്. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെ ഷൈനിയും മക്കളും കുറച്ചു നാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. രാവിലെ പള്ളിയിലേക്കെന്ന് പറഞ്ഞാണ് മക്കളെയും കൊണ്ട് ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. എന്നാൽ ജീവിതം മടുത്ത ഷൈനിയുടെ ആത്മഹത്യയിലേക്കുള്ള പോക്കായിരുന്നു അത്. പിന്നാലെയാണ് വീട്ടുകാർ ആത്മഹത്യയുടെ വിവരം അറിയുന്നത്. മരിച്ച അലീനയും ഇവാനയും തെള്ളകം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവർ കൂടാതെ ഷൈനിക്ക് 14 വയസ്സുള്ള എഡ്വിൻ എന്നൊരു മകൻ കൂടിയുണ്ട്. എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ വിഷയത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൈനിക്ക് സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തതും വിവാഹമോചന കേസും ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു. BSc നേഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് ഒരു ജോലി കിട്ടാത്തതും പ്രതിസന്ധിയായി മാറിയിരുന്നു. പാറോലിക്കൽ സ്വദേശിയായ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവർ ഒരുമിച്ച് ട്രെയിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് ഇടിച്ച ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറയുന്നത്. ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ലെന്നും ലോക്കോ പൈലറ്റ് റെയിൽവേ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 5:30 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടിയാണ് ഇവർ ജീവനൊടുക്കിയത്. ഈ സംഭവത്തിന് ശേഷം ലോക്കോ പൈലറ്റ് റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായതിനാൽ തുടക്കത്തിൽ ആളുകളെ തിരിച്ചറിയാനായിരുന്നില്ല. വസ്ത്രവും ചെരുപ്പും കണ്ടിട്ടാണ് ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും ആകാമിതെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ തുടർന്ന് നടത്തിയ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സമീപവാസികളായ അമ്മയും മക്കളുമാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. ഇവരുടെ ആത്മഹത്യയിൽ ഷൈനിയുടെ ഭർത്താവിന് നേരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവ് നോബിയുമായി കുറച്ചു കാലങ്ങളായി അകന്നു കഴിയുകയായിരുന്നു ഷൈനിയും മക്കളും. ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഷൈനിയും ഭർത്താവും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം. നോബി ഇറാഖിൽ ജോലി ചെയ്യുകയെന്നാണ് സൂചന. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വഴക്കിനുള്ള പ്രധാന കാരണക്കാരി നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബിയും കൂടിയാണ്. ഉപജീവനത്തിനായി ഷൈനി ഓരോ വാതിലുകൾ മുട്ടുമ്പോഴും അതെല്ലാം അടച്ചുകൊണ്ടിരുന്നത് ബോബി ആയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വന്തം സഹോദരന്റെ മക്കളാണ് എന്ന് പോലും പരിഗണിക്കാതെയായിരുന്നു വൈദികനായ ബോബിയുടെ ഓരോ പ്രവർത്തികളും. ഏറ്റുമാനൂർ പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ശവസംസ്കാരം നടത്തുകയും ചെയ്തിട്ടുണ്ട്.